അന്യായമായിട്ടില്ലെങ്കിൽ കുറേ അധികം മതപരിവർത്തനം ക്രിസ്ത്യാനികൾ നടത്തുന്നു എന്ന് പല കോണുകളിൽ നിന്ന് ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അവരോടൊക്കെ അച്ഛൻ എന്താണ് പറയാനുള്ളത്? നമ്മുടെ കത്തോലിക്ക സഭയുടെ കാര്യം ഞാൻ പറഞ്ഞു നോക്കുകയാണെങ്കിൽ, ഞങ്ങളിവിടെ വർഷങ്ങളായിട്ട്, ഇപ്പൊ എന്റെ പള്ളിയിൽ വർഷങ്ങളായിട്ട് ഇന്നും പള്ളിയിൽ റെഗുലർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന നോൺ ക്രിസ്ത്യൻസ്, നമ്മള് ഒരു 5 വർഷമെങ്കിലും ഇവര് വന്ന് പ്രാർത്ഥിച്ചു പോകുന്നു. നമ്മളങ്ങനെ ഒരു സംസ്കാരം, ഒരു ഇത് സാക്രമെന്റ്സ് അവർക്ക് കൊടുക്കാറില്ല. അവര് ഒന്നെങ്കിൽ രോഗമായിരിക്കും, അല്ലെങ്കിൽ ആശുപത്രികളിലൊക്കെ പോയിട്ട് ഭേദാകാതെ അവസാനം പള്ളിയിലേക്ക് വന്ന് പ്രാർത്ഥിച്ച് ഭേദമാകുമെന്നുള്ള ഒരു വിശ്വാസത്താലായിരിക്കും അവര് വരുന്നത്. മനുഷ്യര് ഇവരുണ്ട്. അപ്പൊ അവര് മിനിമം ഒരു 4-5 വർഷമൊക്കെ അവര് വന്ന് പൊക്കോണ്ടൊക്കെ ഇരിക്കുന്നു. എന്നിട്ട് അവർക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ പെർമിഷനോടും കൂടി നമ്മൾ അവർക്ക് മാമോദിസ കൊടുക്കും. പെർമിഷൻ എന്ന് വെച്ചാല്, എല്ലാ പെർമിഷൻ എന്ന് പറഞ്ഞാല് ഇവരുടെ പെർമിഷൻ അനുസരിച്ച് നമുക്കത് എടുക്കാൻ പറ്റത്തില്ല. കാരണം കളക്ടറിന്റെ, സബ് കളക്ടറിന്റെ ഇത്. എന്നാലും നമ്മൾ അങ്ങനെ മാമോദിസ കൊടുക്കുന്നുമില്ല. നമ്മൾ ഒരു ഫാമിലിയിൽ വിസിറ്റ് ചെയ്ത് നിങ്ങൾ നമ്മുടെ വിശ്വാസത്തിലേക്ക് വരിക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവർക്ക് എന്തെങ്കിലും കൊടുക്കാനോ അവരെ ഇതിനുവേണ്ടി പ്രേരിപ്പിക്കുകയോ നമ്മൾ കത്തോലിക്ക സഭ ചെയ്യുന്നില്ല. നമുക്ക് നമ്മുടെ വിദ്യാലയങ്ങളുണ്ട്, ഹോസ്റ്റൽസ് ഉണ്ട്, ഇതുണ്ട്. പാരിഷ് ക്രിസ്ത്യൻ ഫാമിലി നമ്മൾ പോലും പ്രാർത്ഥിക്കും. മറ്റുള്ളവർ വരുമ്പം നമ്മുടെ ചർച്ചിന്റെ വാതിൽ അവർക്ക് വേണ്ടി തുറന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ആ ഒരു മെന്റാലിറ്റിയാണ് നമ്മളിവിടെ. ഇവര് ഓക്കെ, മറ്റുള്ള വിവാഹക്കാരെന്താ ചെയ്യുന്നതെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. പക്ഷെ നമ്മൾ എവിടെ പോയാലും ഇവർക്ക് ഒരേ ഒരു കാര്യമുള്ളൂ പറയാനുള്ളത്, അത് മതപരിവർത്തനം. ഏത് വില്ലേജിൽ പോയി ഒരു സിസ്റ്റർ കണ്ട അവിടെ എല്ലാം ക്രിസ്ത്യൻസ് ആയിരിക്കും, വർഷമായിട്ടുള്ള ക്രിസ്ത്യൻസ് ഫാമിലി ആയിരിക്കും. എന്നാലും അവർക്ക് പറയാനുള്ള ഒരെണ്ണം മതപരിവർത്തനം. അത് ഇവിടെ ആൾക്കാരുടെ ഒരു മനസ്സിലേക്ക് അതിങ്ങനെ പറഞ്ഞ് പതിപ്പിച്ചിരിക്കുകയാണ്. നമ്മളെ ക്രിസ്ത്യൻസ് അച്ഛന്മാരും സിസ്റ്റേഴ്സ് എവിടെ കണ്ടാലും ഈ മതപരിവർത്തനം എന്നുള്ള ഒരു ആശയമാണ് അവരുടെ മനസ്സിലേക്ക് വരുന്നത്. അച്ഛാ, അവിടുത്തെ നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതും കൂടെ ഒന്ന് വിശദീകരിക്കാമോ? നമുക്ക് എന്റെ ഡയസിസ്, ബാലസൂർ ഡയസിസിൽ നമുക്ക് 10-12 ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസുകളുണ്ട്, ഒറിയ മീഡിയം സ്കൂൾസുകളുണ്ട്. ആയിരക്കണക്കിന് പിള്ളേര് നമ്മളിവിടെ ഓരോ വർഷവും അവര് പാസ് ഔട്ട് ആകുന്നുണ്ട്. നമുക്ക് ഹോസ്റ്റൽസ് ഉണ്ട്. ആദിവാസി ഇവിടെ ഉള്ള സ്കൂളുകളിലൊന്നും പോകുന്ന, അല്ലെങ്കിൽ നല്ല സ്കൂളുകളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് പിള്ളേർ നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് അവർ പഠിക്കുന്നുണ്ട്. നമുക്ക് ഡിസ്പെൻസറി ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്. പിന്നെ പാരിഷ് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ പാരിഷിനും നമുക്ക് ഇത്ര ഫാമിലീസ് ഉണ്ട് വർഷങ്ങളായിട്ടുള്ള, അവരുടെ ആധ്യാത്മികപരമായ അതാണ് നമ്മുടെ മിഷൻ പ്രവർത്തനം. അച്ഛൻ അവിടെ എത്ര വർഷമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? അച്ഛന്റെ കേരളത്തിൽ എവിടെയാണ് സ്വദേശമൊക്കെ? എന്റെ വീട് പാലായിലാണ്, പ്രവലങ്ങാട് തോട്ടുവ ജയഗിരി ഇടവകയാണ്. ഞാൻ ഇവിടെ 2010 തൊട്ട്, എന്റെ ഓർഡിനേഷൻ 2010 ഇപ്പൊ 15 കൊല്ലമായി. ഞാൻ എന്റെ സ്റ്റഡി ഒക്കെ കഴിഞ്ഞിട്ട് സോഷ്യൽ വർക്കിൽ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞങ്ങളുടെ ഇവിടെ ബാലശ്വർ സോഷ്യൽ സർവീസ് സൊസൈറ്റി, ഞങ്ങളുടെ സോഷ്യൽ വിങ്ങില് ആയിരുന്നു വർക്ക് ചെയ്യുന്നത്, ഡയറക്ടർ ആയിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഇപ്പൊ 2 കൊല്ലമായിട്ട് ഞാനിവിടെ ഈ ഇടവകയിലാണ് വർക്ക് ചെയ്യുന്നത്, 2.5 കൊല്ലമായിട്ട്.